ഓക്കെ, ആക്ച്വലി എൻ്റെ ഇതിപ്പോൾ ആ മാസുപ്പലാമി വരെ എത്തിയിട്ടുള്ളൂ ബ്രെയിൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ടില്ല. നിങ്ങൾ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണ്. എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ മാസുപ്പലാമി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാസുപ്പലാമി. ഞാൻ ഇപ്പോഴും യൂട്യൂബിലെടുത്ത് വെച്ചിട്ട് കാണും. ഇപ്പോഴും ഞാനിങ്ങനെ ബാംഗ്ലൂസിൻ്റെ സൈലത്തിൻ്റെ ഇത് ക്ലാസ്സൊക്കെ കാണാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും മാസുപ്പലാമി ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. ലൈഫ് 3G ആയിരിക്കുവാണ്. കുറച്ചെങ്കിലും റിലാക്സ് ചെയ്യുന്ന മോളുടെ ലൈവ് കാണുമ്പോഴാണ്. അതാണ് ഗൈസ്, നിങ്ങൾ എൻ്റെ ലൈവിലോട്ട് വരൂ, അങ്ങനെ നിങ്ങൾ റിലാക്സ് ആകൂ. ഓക്കെ, അപ്പം ഞാൻ പറയാം, ഞാൻ കാർക്കൂവി നിങ്ങളുടെ റിലാക്സേഷനൊക്കെ കളയുമെന്ന് വീട്ടുകാർ പറയും. എൻ്റെ വീട്ടുകാരൊക്കെ GK എല്ലാം അറിയുന്ന ചിറ്റ എവിടെ? GK എല്ലാം അറിയുന്ന ചിറ്റ ഇവിടെ നിന്ന് ഒളിച്ച് നടക്കാണ് ഗൈസ്. ഇന്നത്തെ ലൈവിൽ വന്നിട്ടേ ഇല്ല. വൈകുന്നേരം നമ്മൾ കുറച്ച് മുമ്പിട്ട് ലൈവിൽ ജസ്റ്റ് വന്നിട്ട് പോയി. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാസുപ്പലാമി. എന്ത് രസമാണ് മാസുപ്പലാമി കാണാൻ. നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും കാണും. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഹണി ബണ്ണിയുടെ ജോലി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഹണി ബണ്ണി എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടം. ഹണി ബണ്ണി, സോദാർ, പോപ്പട്ട്, കന്നാസാർ, അവർക്ക് എന്ത് രസമാണ്. നല്ല എനിക്ക് ഡോറയുടെ പ്രാണം. അതുപോലെ എനിക്ക് അരിശമുള്ളൊരു കാർട്ടൂണില്ല. ആ ഡോറ അവളെ എനിക്കുണ്ടല്ലോ, അവളെ കിട്ടിയാൽ എനിക്ക് ഇഷ്ടമല്ല. അവൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നടക്കും. അവൾ എന്നെക്കൊണ്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അവൾക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തൊരു പെണ്ണാത്. എനിക്കിഷ്ടമല്ല ഡോറയെ. നമ്മളെ എല്ലാം ടോം ആൻഡ് ജെറിയുടെ ആളാണ്. നിങ്ങൾ ടോം ആൻഡ് ജെറി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിഷ്ടമല്ല. 7 സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 7 ഹീറോസ് ഒക്കെ സൂപ്പറായിരുന്നു. ഞാനിന്ന് എനിക്ക് ഒരു കാണും. ഞാൻ ഇടയ്ക്കൊക്കെ കാണും. അപ്പോൾ എൻ്റെ സിസ്റ്റർ കളിയാക്കും. നമുക്ക് എങ്ങനെയാണോ റിലാക്സിങ് കിട്ടും, നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം. നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ഇതില്ലാതാക്കരുത് ഗൈസ്. ഒക്കെ ഞാൻ ഭയങ്കര മോട്ടിവേഷനൊക്കെയാണ്, എനിക്കറിയത്തില്ല. പക്ഷെ സ്വന്തം ലൈഫിൽ ഞാനൊരു മോട്ടിവേഷൻ സംഭവമേ അല്ലത്. കണ്ടോ ഗൈസ്, ഇവരുടെ വീടാണ്. നിങ്ങളാ നീല സാധനം കണ്ട് പേടിക്കട്ടെ. എൻ്റെ വീടാണ്. സാരി പൊതച്ചിട്ട് ഇരിക്കുകയാണ്. ആക്ച്വലി ഇതവൻ്റെ തലയാണ്. ഇതവൻ്റെ തലയാണ്. കണ്ടോ അത് അനങ്ങുന്നുണ്ട്. ഭൂതമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ എനിക്കൊക്കെ ജനാറുള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബിസ്ക്കറ്റ് തിന്നാൻ തോന്നും. വെള്ള ക്രീം ഉള്ളിൽ വരുന്നത്. ഏതാ ബിസ്ക്കറ്റ് എന്ന് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ ഗ്രീൻ സ്ക്രീൻ വരുന്ന ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഞാനിവിടെ എൻ്റെ ബാക്ക് സ്ക്രീൻ ഇട്ടേക്കുന്ന പടവേ. ഇത് ആക്ച്വലി എൻ്റെ മുറ്റവാട്ടോ. നിങ്ങൾ കുറേ പേരിൻ്റെ ലൈവ് കണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ലൈവിലും അത് ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ലൈവിലും കൂടെ പറയാൻ കാര്യം എനിക്ക് നല്ല രീതിക്ക് ഞങ്ങളുടെ ഒരു കമൻസ് വരുന്നുണ്ടേ. ഞാൻ എൻ്റെ മുറ്റം കാണിച്ചൊരു കഴിഞ്ഞ ഇതിലും വന്നിരുന്നു. ഇതെന്താ കായലോ ഇതെന്താണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആക്ച്വലി ഇത് കായലല്ല ഗൈസ്. അതാണ് ഞാൻ ഇതിട്ടത്. ഇത് സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ മുറ്റമാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് തൊട്ടി കൂടെ നടന്ന് വരുന്ന ആര് ഞാനാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത് വരുന്നതാണ് കേട്ടോ. ഇത് അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആക്ച്വലി എൻ്റെ മുറ്റവും വെള്ളവുമാണ്. ഈ ഇട്ടേക്കുന്ന കല്ലുകൾ, അതായത് ഇവിടെ ഇട്ടേക്കുന്ന കല്ലുകൾ, ഈ കല്ലുകളെന്ന് പറയുന്നത് ആക്ച്വലി എന്തിനുള്ളതാണ്? നടന്ന് ഇടവഴി കൂടെ കയറി മെയിൻ റോഡിലോട്ട് പോകാനുള്ള കല്ലുകളാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഈ കാണുന്ന ഞങ്ങൾ നിൽക്കുന്ന കല്ലുകളൊക്കെ അതിനുള്ളതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തോടാണ്, ബാക്കിൽ തോടാണ്, സൈഡിൽ കുളം, ഇപ്പുറത്ത് തോട്, ഇപ്പുറത്ത് തോട്, 4 സൈഡും തോടാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെയിലുകയറ്റത്തിന് മഴയൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങാനേ പറ്റൂല. ഭയങ്കര വെള്ളം. അത് കഴിഞ്ഞ് പിന്നെ ചെള്ള കയറും. വെയിലേറ്റത്തിന് ഭയങ്കര ചെള്ളയായിരിക്കും. അപ്പോൾ ഈ കല്ലിൻ്റെ കൊപ്പത്തിന്, ഇപ്പം കിടക്കുന്ന കല്ലിൻ്റെ കൊപ്പത്തിന് ചെള്ള ഇങ്ങനെ കിടക്കും. നമ്മുടെ കാലൊക്കെ പൂണ്ടുപോയാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും പറയാണ് കേട്ടോ, ഇതെൻ്റെ കുറേ പേര് നിങ്ങളെന്താ ഇതൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയുന്നുണ്ട് കുറേ പേരെന്നോട്, ഇതെന്താണ്, മുറ്റമാണോ ഇത്? മുറ്റമല്ല, നിങ്ങളുടെ വീട്